ഒരു അക്ഷര ഗൈസ് ഈ അമ്മ എന്തായിട്ടുണ്ടായാലോ അടിപൊളി. നിങ്ങൾ മുട്ട ഓംലെറ്റിന്റെ പല വേർഷൻസും കഴിച്ചിട്ടുണ്ടാവും, പല വെറൈറ്റിയും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ സേവ് ചെയ്തോ, ഷെയർ ചെയ്തോ. ഇതാണ് തമിഴ്നാട് സ്ട്രീറ്റ് ഫുഡിൽ മാത്രം കണ്ടുവരുന്ന മുട്ട പക്കോട. അതായത് മുട്ട ഓംലെറ്റിന്റെ മൂത്തമാനെ മോനെന്നാലും പറയാം. ഫസ്റ്റ് 4 മുട്ടയിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് വെങ്കായം ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക, കൈ നിറച്ച് കൊത്തമല്ലി ഇട്ട് കൊടുക്കുക. അതായത് 10 രൂപയ്ക്ക് കുറച്ച് മല്ലിച്ചപ്പ് വാരിക്കോരി അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തട്ടാടിന്ന് ഇങ്ങനെ മിക്സ് ചെയ്യുന്നില്ലേ, അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക, വീണ്ടും മിക്സ് ചെയ്യുക. ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. സ്ഥിരമായിട്ട് എടുക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വാരിക്കോരി അങ്ങ് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ വയ്ക്കുന്ന മുമ്പ് ഒരിക്കലും കാണരുത്, പിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. പിന്നെ നമ്മൾ ആ മുട്ട ഓംലെറ്റിന്റെ മിക്സ് എടുത്തിട്ട് എന്താക്കാം, ഇറ്റപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിനാലേ സത്യം പറയാല ഗൈസ്, പുറത്ത് നല്ല ചുടുചുടാ മഴ പെയ്യുന്നുണ്ടെങ്കിൽ, സോറി നല്ല തണുത്ത മഴ പെയ്യുന്നുണ്ടെങ്കിൽ ചായന്റെ കൂടെ ഈ ഒരു പക്കോട മാത്രം മതി ഗൈസ്. ഇതാണ് തമിഴ്നാട്ടുകാരെ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ട പക്കോട ട്ടാ. അതിലേക്ക് കുറച്ച് മുളകത്തൂൾ, പിന്നെ മല്ലിത്തൂൾ, നിങ്ങൾക്ക് എന്ത് തൂൾ വേണം കിട്ടുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറയാല ഗൈസ്, ഒടുക്കത്തെ ടേസ്റ്റ് ആണ്. ഇന്നലെ ചായക്ക് കടിയൊന്നും ഇല്ലാന്ന് പറയുന്നവർക്ക് മുട്ടയുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇങ്ങ് ഉണ്ടാക്കിയിട്ട് പറയണം ഷമീസ് ഫുഡിന്റെ റെസിപ്പി ആയി തന്നിട്ടാ ഗൈസ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ഗൈസ്, അടിപൊളി.